ശരീരപ്രകൃതി കൊണ്ടും സവിശേഷമായ സംഭാഷണ ശൈലി കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ശ്രീ ഇന്ദ്രൻസ്. കോമഡി വേഷങ്ങളിൽ തുടങ്ങി പിന്നീട് ശക്തമായ ക്യാരക്ടർ വേഷങ്ങളിലൂടെ മുൻനിരയിലേക്ക് കുതിച്ചു കയറി പ്രേക്ഷകരെയും നിരൂപകരെയും ഒരേപോലെ വിസ്മയിപ്പിച്ച നടൻ. വിനയവും ലാളിത്യവും നിറഞ്ഞ വ്യക്തിത്വമാണ് ഇന്ദ്രൻസ് എന്ന നടൻ്റെ ശക്തമായ ആയുധം. മോഹൻലാൽ എപ്പോ കണ്ടാലും ഇന്ദ്രൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റേ കാര്യം എന്തായി, ശരിയാവോ എന്ന് ചോദിക്കാറുണ്ട്. മോഹൻലാലിന്റെ ആ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം ഇന്ദ്രൻസ് ഇന്നുവരെ നൽകിയതായി കണ്ടിട്ടുമില്ല. എന്തായിരുന്നു ചേട്ടാ ശരിക്കും സംഭവം എന്തായിരുന്നു? ഒന്ന് പറയാമോ? ആ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കാൻ, ഞാൻ ഒരുപാട് കാലമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് ഇതുവരെ തരാത്ത എന്താ? എന്താ സംഭവം? അത് ഇടക്കൂടെ കൂടെ ചോദിക്കണ കേൾക്കണം. അതങ്ങനെ എല്ലായിടത്തും പറയാനുള്ള കാര്യമല്ലല്ലോ സാറ് ചോദിച്ചത്. മറ്റേ കാര്യം എന്തായി, ശരിയാവോ? ശരിയാവും. അതിടയ്ക്ക് സാറില്ല, ഒരു പടത്തിനിടയ്ക്ക് ഞാൻ ഇച്ചിരി കാശ് മേടിച്ചു. അതിൻ്റെ റിലീസിങ് ടൈമിൽ കൊടുക്കാൻ തുടങ്ങി, ഇതുവരെ കൊടുത്തില്ല. ഇപ്പോഴും കൊടുത്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അല്ല, ഇപ്പൊ പുള്ളിയുടെ പടത്തിൽ പിന്നെ അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി വിളിക്കാത്തത്. കാശ് തരാതെ എന്നെ അടിപ്പിക്കില്ല, വാങ്ങിച്ചത് തിരിച്ചു തരാതെ നിന്നെ അടിപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കം ഒരുപാട് കോമഡി വേഷങ്ങൾ ചെയ്തു, ചെറിയ വേഷങ്ങൾ ചെയ്തു, പിന്നെ അത് വലിയ വേഷങ്ങളായി. ഇപ്പോഴും ഓർമ്മയുണ്ട് കൊടക്കമ്പി എന്ന് വിളിക്കുന്നത്. പിന്നീട് വളരെ വേഗത്തിലാണ് കരിയറിൽ തന്നെ ഭയങ്കര ട്വിസ്റ്റ് വരുന്നത്. സീരിയസ് വേഷങ്ങളിലേക്ക് വരുന്നു, സീരിയസ് ക്യാരക്ടർ, അതിഭയങ്കരമായ സീരിയസ് വേഷങ്ങൾ ചെയ്യുന്നു. ചിരിപ്പിച്ചിരുന്ന ആൾ പെട്ടെന്ന് കരയിപ്പിക്കുകയും പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് മാറുന്നു. സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നു. ഇന്ദ്രൻസ് എന്ന നടൻ്റെ മറ്റൊരു മുഖമാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ എൻ്റെ പരിശ്രമം ഏതാണ്ട് വിജയിച്ചു വരുന്നു എന്ന് കരുതുന്നു. കാരണം അഞ്ജുവിനൊക്കെ അറിയാമല്ലോ, എത്ര കാലമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നടന്ന് കുഞ്ഞു കുഞ്ഞു വേഷം, കോമഡി. പിന്നെ നമ്മുടെ പ്രായം, അപ്പോഴും നമ്മുടെ മനസ്സിലൊരു സ്വപ്നവും വലിയ കഥാപാത്രവും വലിയ സിനിമയൊക്കെ ഉണ്ടാവുമല്ലോ. അതും നമ്മൾ ഒട്ടും മാറിപ്പോവാതെ അതിനെ പിന്തുടർന്ന് അതിൻ്റെ പുറകേ നടക്കുവാണ്. അപ്പോൾ ഈ കാലം കുറേ പോയല്ലോ, കൊല്ലങ്ങളും കുറേ മാറി. അപ്പം അതിനിടയ്ക്ക് അതിലേക്ക് എങ്ങനെയൊക്കെയോ നമ്മൾ അടുത്ത് വരുന്ന എൻ്റെ ഒരു സൂചനയൊക്കെ തന്നെ ആയിരിക്കും. ഇന്ദ്രൻസ് ചേട്ടനെ കണ്ടുകൊണ്ട് തന്നെ ഇത്തരം സീരിയസ് വേഷങ്ങൾ എഴുതുന്ന റൈറ്റേഴ്സും സംവിധായകരൊക്കെ ആ ഒരു ലൈനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. കാരണം ഈ ഇടക്ക് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വേഷങ്ങളും വളരെ ഡെപ്തുള്ളതാണ്. അവിടെ ചിരിക്ക് കാണില്ല. അത് എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും ഉണ്ട്. നമുക്ക് സിനിമയ്ക്കൊരു കഥ ഉണ്ടാക്കിയിട്ട് സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാ ചേരുവകളും വേണം. അതിൻ്റെ കാതലായ കാര്യം ചോർന്നു പോവാതെ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു സമയത്ത് കോമഡി ജഗതി ചേട്ടൻ ഒഴിവാക്കില്ല, മറ്റേ നമുക്ക് തിരുന്തേന് വേറെ ടൈപ്പ് തരും എന്നതുപോലെ ഓരോ മാറി വരുന്ന സാഹചര്യത്തിൽ പറ്റുന്നവരെ കൂടെ ചേർത്ത് വെച്ചെഴുതുന്നതായിരിക്കും തോന്നുന്നു. ഈ അധികവും വൃദ്ധ അല്ലെങ്കിൽ ഏജ്ഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എന്താണ്? അതിൽ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രായം കൊണ്ട് നമ്മൾ കറക്റ്റാണ്. പിന്നെ ചെയ്യേണ്ടി വരുന്നത് ഒരു സ്വഭാവ വ്യത്യാസം മാത്രം, കഥാപാത്രത്തിൻ്റെ സ്വഭാവ വ്യത്യാസം മാത്രം. അത് നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ അവരതൊക്കെ പല രീതിയിലും കാച്ചിക്കുറുക്കി വെച്ചിട്ടാണ് ഈ സംവിധായകനോ എഴുത്തുകാരനോ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമുക്ക് ജോലി എളുപ്പമാണ്. നമ്മുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള എനർജി അതിന് കൂടിപ്പോവാതെ കുറഞ്ഞു പോവാതെ നോക്കുക മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ബാക്കി അവർ തന്നെ നമ്മളങ്ങനെ അവരുടെ കളത്തിലേക്കും നിരക്കി കൊണ്ടുവയ്ക്കും. കിട്ടുന്ന എല്ലാ വേഷങ്ങളും സ്വീകരിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ട്? ഇല്ല. ആദ്യം വരുന്നത് ചില കൂട്ടുകാർ, പുതിയത്, കുറച്ചളവ് പരിചയമുള്ളവർ, ചിലർ വളരെ കാത്തിരുന്നൊരു സിനിമ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, ചിലർ വലിയ ഹിറ്റ് ചെയ്യണത് നമ്മളെ കൊതിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് കൊതി തോന്നുന്നത് ആദ്യം ചെയ്യും എന്നുള്ളത്, ഒന്നും ഒഴിവാക്കലില്ല. അങ്ങനെ തോന്നി എനിക്ക് അടുത്ത് ആശാനായിരുന്നു തോന്നി. അങ്ങനെ തോന്നിയിരിക്കാം. ഇപ്പൊ ഇറങ്ങിയ പടം ഉണ്ട് അനന്തങ്കാടൊക്കെ. അനന്തങ്കാട് അതുപോലെ കൊതിക്കാം, പക്ഷെ നിൽക്കുമോ കയ്യിൽ എന്ന് തോന്നിയൊരു ക്യാരക്ടർ. അങ്ങനെയാണ് മുരളി ഗോപി സാറ് കൃഷ്ണകുമാറിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അപ്പോഴാണ് എനിക്കിപ്പോഴും
എൻ്റെ സന്ദേഹം അവർ ഉദ്ദേശിച്ച തലത്തേക്ക് എനിക്ക് ഉയരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ. അത്രയും പവറായിരുന്നു അവർ പറഞ്ഞിരുന്നു. ഇപ്പം തമിഴിൽ ചെയ്തു മറ്റേ മധുബാല, ആ പടത്തിലെ ക്യാരക്ടറാണ്, സെൻട്രൽ ക്യാരക്ടറാണ്. അതുപോലെ കറുപ്പ് സൂര്യയുടെ കൂടെ അഭിനയിച്ചു. ഈ പെട്ടെന്ന് ഇങ്ങനെ തമിഴിൽ പോയി പിന്നെ ഒരുപാട് നാളെ നമ്മൾ തുടങ്ങണം. ആദ്യം അനിയൻ ബാവ ചേട്ടൻ ബാവയൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ തമിഴ് തെലുങ്ക് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാറി ചെയ്യുമ്പോൾ കന്നഡത്തിലേക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ചെയ്തപ്പോഴും വിളിച്ചിട്ടുണ്ട്. ആദ്യത്തെ കൺമണിയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴും പോകാതിരുന്നതാണ്. കൂടെ പടം വിട്ടിട്ട് പോകാൻ പറ്റുകയില്ല. അതിൽ ഇത്ര സ്വാതന്ത്ര്യമൊന്നും അല്ലല്ലോ അറിയാത്ത ഭാഷ ചെയ്യുമ്പോൾ, അതുകൊണ്ട് പോകാത്തതാണ്. ഇതിപ്പോൾ പിന്നെ നല്ലൊരു സൂര്യയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു കൊതിയുണ്ട്. പക്ഷേ എങ്കിലും ഭാഷ നമ്മുടെ അല്ലല്ലോ എന്ന് വെച്ചിട്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് അത് മലയാളി ക്യാരക്ടറാണ്. ഇവിടെ എറണാകുളത്തുനിന്നൊരു ഒരാൾ അവിടെ ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളും അറിയില്ലെങ്കിലും ഒരു തമിഴ് സംസാരിക്കുന്ന അടുത്ത് പൊട്ട തമിഴൊക്കെ പറയില്ല. അങ്ങനെ വായിൽ വരുന്ന തമിഴ് മതി എന്ന് അവർ പറഞ്ഞ് ധൈര്യം തന്നതുകൊണ്ട് പോയാൽ. പക്ഷെ ആ പടം അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് ആ ക്യാരക്ടർ സൂര്യ തന്നെ പറയുന്നു, ഇന്ദ്രൻ സാർ അതിഭയങ്കരമായ ആളപ്പോ. സൂര്യയായിട്ട് അങ്ങനെ ചേർന്ന് അഭിനയിക്കുമ്പോൾ ആ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ആളുടെ ഒരു ഇടപെടലും ആള് നമ്മളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം തോന്നിയിരുന്നു. മലയാളത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെ അതെ തന്നെ ആളങ്ങനെ ആയിരുന്നു. അങ്ങനത്തെ ഒരാളാണ്. എന്നാൽ ഭയങ്കര അയാൾ ക്യാരക്ടറായിട്ടൊക്കെ നിൽക്കുമ്പം കണ്ണൊക്കെ ഭയങ്കര പവറാണ്. നമ്മൾ നോക്കി നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഡയലോഗ് ഇല്ലെങ്കിലും ആ നോട്ടമൊക്കെ നമുക്ക് കുറേ വർത്തമാനം പറയാതെ തന്നെ അതിൻ്റെ മറുപടി പവർ വരും അല്ലേ. ഈ ചിന്ന ചിന്ന ആസയിലേക്ക് വരുമ്പോൾ ഇപ്പം മധുബാല നമ്മൾ വളരെ മലയാളത്തിലും എല്ലാ ഭാഷയിലും നമ്മുടെ സ്വപ്ന നായിക പഴയ. അവരും നല്ല ഇപ്പോഴും നല്ല സ്പിരിറ്റാണ് അവർക്ക്. അവിടെ നിന്ന് മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് മാറുകയില്ല. സീൻ തീർന്നാലും ക്യാരക്ടറിനോടങ്ങ് ഭയങ്കര ആത്മാർത്ഥതയാണ് അവരെ കണ്ണുകൊണ്ട്. അതും ഭയങ്കര മിതത്വമാണ് അവർ. ഇപ്പം ശരിക്കും ഈ രണ്ട് പടം കൊണ്ട് തന്നെ ഏകദേശം മലയാളത്തിലെയും തമിഴിലെയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിട്ടാണ് തോന്നുന്നത്? പൊതുവിൽ ആ വ്യത്യാസം നമുക്ക് നമ്മളെ സഹായിച്ചതാണ്. ഇപ്പം തമിഴിൽ വരുന്ന പടം നമ്മൾ മലയാളി പണ്ടേ തമിഴ് പടം നന്നായി ആഘോഷിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ മലയാളം അതുപോലെ അവരും സ്വീകരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ സ്പേസ് അങ്ങനെയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ്. ആ ഒരു ആദിരംഗം മാഞ്ഞു പോയി. ഇപ്പം ഇവിടുത്തെ ഇറങ്ങുന്നത് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, അവിടെ ഇറങ്ങുന്ന അതേസമയം അവിടെ ഇറങ്ങുന്ന അതേസമയം ഇവിടെയും നമ്മൾ ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തമ്മിലൊരു വേർതിരിവില്ലാത്ത പോലെയായി തമിഴും മലയാളവും തമ്മിൽ. അത് മലയാളത്തിന് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക്. മറ്റേ നമ്മൾ പരിമിതിയല്ലേ, നമുക്ക് കുറച്ച് തിയേറ്റർ വെച്ച് കഴിഞ്ഞ് എത്രയും നാൾ കഴിഞ്ഞൊക്കെ അല്ലേ എവിടെ ഏതെങ്കിലും ഒരു തിയേറ്റർ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം അത് മാറിയത് നമുക്ക് വലിയ അനുഗ്രഹമായി. അത് ആർട്ടിസ്റ്റുകൾക്കും ഗുണമായി. പരസ്പരം അറിയാൻ പറ്റും. അഭിനയിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടാവും. പിന്നെ സബ് ടൈറ്റിലൂടെ ചെല്ലുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് പൊതുവിൽ. അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് വേണം പറയാൻ. അവിടുത്തെ മീഡിയകൾ ആഘോഷിക്കുകയാണ് ഇന്ദ്രൻ സാറിൻ്റെ വരവ്. അവർ തന്നെയാണ് ഇപ്പം ഇറങ്ങുന്ന സിനിമകളുടെയൊക്കെ ഒരുവിധം നല്ല സിനിമകൾ ആണെങ്കിൽ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് തരുന്ന മീഡിയ തന്നെ. ഒരുവിധം കൊള്ളാമെങ്കിൽ അവരതിനെ എടുത്ത് എല്ലാവരിലും എത്തിക്കും. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ഹോം എന്ന സിനിമ, ഹോമിലെ നാഷണൽ സ്പെഷ്യൽ പെർഫോമൻസ്, ആ സിനിമയിലെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സംഭവം ഈ മുഖമല്ല, മേക്കപ്പ് എൻ്റെയും കൂടെ ഉണ്ട്. അത് ഇപ്പോഴും നമ്മൾ പാതിയേ ആവുന്നുള്ളൂ. ക്യാരക്ടർ ചെയ്യാൻ പോയി നമ്മൾ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക് ഈ മേക്കപ്പിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെയോ നല്ല മേക്കപ്പ് വേനോ കോസ്റ്റ്യൂമറൊന്നും ആരെങ്കിലും മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. മേക്കപ്പ് വേണോ എന്നിങ്ങനെ ചോദിക്കും. മേക്കപ്പ് അല്ല വേണ്ടത്, മേക്കപ്പ് അല്ലാതെ ഒരു മാറ്റി മറിക്കും. നല്ല മേക്കപ്പ് മാൻ നമ്മളെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഡയലോഗ് കൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ക്യാരക്ടർ ഒരു ദേശവും മാറി ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും. ആ ഒരു സുഖം ഈ ഒലിവർ ട്വിസ്റ്റിനുണ്ട്. ഹോമിലെ വ്യത്യാസം അതുകൂടാണ്. അതാ റോണെക്സ് മേക്കപ്പ് മാൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് പലയിടത്തും അത് കിട്ടൂല. നമ്മൾ അവിടെ ചെയ്തത് തന്നെ ഇവിടെ ചെല്ലും. ഒരു മീശ തന്നെ ചിലപ്പോൾ ഒട്ടിക്കാൻ ത്രാണിയുള്ള ആളെയാണോ മേക്കപ്പ് ആയിട്ട് വെച്ചിരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ബന്ധം നോക്കിയൊക്കെ വയ്ക്കും, അറിയില്ല. അതൊന്നും വിഷയമല്ല. അത് സിനിമയെക്കുറിച്ച് അത്രയും നല്ലോണം ഈ ഫ്രെയിമിൽ വരുന്നതാണ്. ഞാൻ ചിലവാക്കുന്നതിൻ്റെ മൂല്യം ഈ ഫ്രെയിമിൽ വരുന്നതിനേ ഉള്ളൂ
പിന്നിലുള്ള സൽക്കാരത്തിലെല്ലാം എന്ന് ചിന്തിക്കുന്നവർ ആരും അങ്ങനെ ചെയ്യാറില്ല. അവർ വളരെ ഗൗരവത്തോടെ തന്നെ കാണും. ഇല്ലാത്തടത്തുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഈ ഡിജിറ്റൽ ഇതിനെ അന്വേഷിച്ചെടുക്കുന്ന ഒരാളാണ്. FB എങ്ങനെ ചെയ്യാം, അതെ, ഫേസ്ബുക്ക് അറിയാത്ത ഒരാൾ. അങ്ങനത്തെ ഒരാളാണ്. ആ ക്യാരക്ടർ അങ്ങനെ അന്വേഷിച്ചെടുക്കുന്ന ഒരാൾ. ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം. വേറൊരു രീതിയിൽ നോക്കിയാൽ വളരെ വാർദ്ധക്യം അവഗണിക്കപ്പെടുന്ന അങ്ങനെയൊക്കെ ഒരു ഉള്ളിലൊരു ഒരുപാട് ദുഃഖങ്ങൾ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ഒരു കഥാപാത്രം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പരാജയം വരുമല്ലോ. പരാജയം വരുമ്പോൾ അത് കവർ ചെയ്യാൻ പറ്റൂല. അതിനു മുമ്പ് തന്നെ മക്കള് മുതിരും. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഒരുപാട് പിന്നിലാണ് നിൽക്കുന്നത്. നേരത്തെ തന്നെ ഓടി തളർന്ന ആളാണെന്നുള്ളത് എവിടെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുമല്ലോ. അപ്പോൾ അത് സ്വയം അറിയൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് നോക്കും. അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം തോന്നില്ലേ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നു, അവരുടെയൊക്കെ ആ ഒരു മാനസിക തലത്തിലേക്ക് എത്താറുണ്ട്. അതിൻ്റെ ഒരു ഈ പുതിയൊരു മാറ്റം, പുരോഗതി അവിടേക്ക് എത്താത്ത ഒരാളാണ് ശരിക്കും ഞാനും. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ഞാനും ഇങ്ങനെ കിതച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അത്രത്തോളം ചുറ്റിലുള്ള നമ്മളെ മക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പല കാര്യത്തിൽ, പലത് കാര്യം അറിയാനും ഒക്കെ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റിയായിരുന്നു. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് കുറേ കൂടി കൂടുതൽ ഈ പൊതു ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്താറുണ്ട്. അങ്ങനെയില്ല. നമ്മൾ തിരിച്ചു വരുന്നൊരു ചുറ്റുപാടിൽ എങ്ങനെയാണ് ഇപ്പോൾ അഞ്ചു വർഷഫ് വാപ്പയും ഉമ്മയൊക്കെ പറയുന്നതോ അവരുടെ നിലപാടുകളോ ഒക്കെ കണ്ടല്ലേ വളരും. ഞാനും അതുപോലെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പറയുന്നതിൻ്റെ ന്യായമോ അന്യായമോ നമുക്കന്ന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ നീതി ന്യായമോ ഒക്കെ അവരാ, നമ്മുടെ ദൈവവും ഗുരുവും ഒക്കെ അവരെന്ന് പറഞ്ഞാലൊക്കെ അതിൽ നമ്മൾ പരുവപ്പെട്ടു വരുവാണ്. പിന്നെ നമുക്ക് അപ്പം നമ്മുടെ ബാക്കി നിലപാടുകൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് മാന്യമായി വിദ്യാഭ്യാസമൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ എൻ്റെ പരിസരമാണ് എന്നെ രൂപപ്പെടുത്തിയത്. എൻ്റെ ചുറ്റുവട്ടത്തുള്ള ചേട്ടന്മാരോ അല്ലെങ്കിൽ വായനശാലയോ അയൽക്കാരോ ഒക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ വളർന്ന് അതൊരു നല്ല സമൂഹമായിരുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനും അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും എത്തൂല. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ അവരിൽ ആകർഷകരായി അവരുടെ നാടകം, അവരുടെ റിഹേഴ്സൽ, അവരുടെ ഉത്സവപ്പറമ്പ്, വായനശാല, അങ്ങനെ അതിലോട്ട് ഇഷ്ടം തോന്നി നമ്മുടെ ഒരു നിലപാടിലേക്ക് എത്തിയതാണ്. അതിന് പ്രത്യേകിച്ചൊരു പക്ഷമില്ല. ഈ നാഷണൽ അവാർഡ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ കൈ ഉറച്ചോ? അതിന് മുമ്പ് തന്നെ വരച്ചല്ലേ നമ്മൾ അവിടെ നിൽക്കുന്നത്. അതിന് മുമ്പ് വരയ്ക്കും സത്യമായിട്ട്. കാലൊക്കെ ഒന്ന് സ്റ്റെപ്പൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ രണ്ടു കാലും ഒരുമിച്ചൊക്കെ വരും. നമ്മള് മോഹിക്കുമെങ്കിലും ചെന്നെത്താൻ പറ്റുക അത് സ്വപ്നം പോലെ അത് പിന്നെ കുറേ നിൽക്കും. സത്യമാണോ അല്ലേ, യാഥാർത്ഥ്യമാണോ, അവർക്ക് വല്ല അബദ്ധം പറ്റിയതാണോ, മാറിപ്പോയോ? പിന്നെ അതിനെക്കുറിച്ച് ഇന്റർനാഷണൽ അവാർഡ് വേറെ ഒന്നും കിട്ടി, സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ. ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു അവിടെ അത് വാങ്ങിക്കാൻ പോയപ്പോൾ? ഇന്ത്യയിൽ നിന്ന് അതും ചൈനയിൽ പോയപ്പോഴും ഒക്കെ നമ്മൾ വേറെ ആളാണ്. ഞാനല്ല ചൈനയിൽ പോയപ്പോൾ സിംഗപ്പൂരിൽ പോകുമ്പം ശരിക്കും അവിടുത്തെ അവാർഡ് മുതൽ വൻ പടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ പടം കളിക്കുന്നതേ. അപ്പം ഡോക്ടർ കൂടെ ഉണ്ട്, ഉഷാറായിട്ട് നിൽക്കുമല്ലേ. ഡോക്ടറൊക്കെ ഭയങ്കര സ്വീകാര്യം ഇതൊക്കെ. അപ്പോൾ അത്രയും പടങ്ങളിൽ വേറെ രാജ്യങ്ങളെയൊക്കെ പടങ്ങളിൽ വെച്ച് നമ്മളാണ് നല്ല നടൻ എന്ന് പറയുമ്പോൾ ചെവി ഇങ്ങനെ മുഴങ്ങിയിട്ട് ഒന്നും കൂടെ നമ്മൾ എന്നെ തന്നെയാണോ അതായത് ചേട്ടനാ എന്ന് പറയും. എട്ടി നിൽക്കണല്ലോ നമ്മളെ പടം. അതുകൊള്ള ആളൊരുക്കം, ഉടല്, ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അതിഭയങ്കരമായ പെർഫോമൻസാണ്, എടുത്തു പറയത്തക്ക പെർഫോമൻസുള്ള പടങ്ങൾ. ഉടല്, ഈ ഉടലില് അത് വേറെ തന്നെ വേറൊരു ലെവലിൽ നിൽക്കുന്നൊരു പടം അല്ലേ. ഈ ആളൊരുക്കം മറ്റൊരു തലത്തിൽ നിൽക്കും. എല്ലാം സാധാരണ ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സാണ്. ഈ ഉടലും ആളൊരുക്കവും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ആ കഥാപാത്രങ്ങൾ? ഉടലിന് പ്രതികരിക്കാനുള്ള
സ്പേസ് ഉണ്ട്. കുട്ടിച്ചായന് ഇച്ചിരി കൂടെ ഇടമുണ്ട് പ്രതികരിക്കാനോ കരഞ്ഞു തീർക്കാനോ അല്ലാതെ ചിന്തിച്ച് ഉള്ള വഴി ഉണ്ടാക്കാനോ ഒക്കെ കുട്ടിച്ചായന് സ്പേസ് ഉണ്ട്. മറ്റേ പക്ഷെ പപ്പു പിഷാരടിക്ക് അതില്ല. പപ്പു പിഷാരടി നിശബ്ദനാണ്. പപ്പു പിഷാരടിക്ക് നാവനക്കാൻ ത്രാണിയില്ലാത്ത അവസ്ഥയിലാണ്. അതാണ് കഠിനം അഭിനയിക്കാൻ. സിനിമയുടെ പകുതിക്ക് ശേഷം പപ്പു പിഷാരടിക്ക് സംസാരിക്കാനില്ലാത്തതാണ്. അത് കഠിനമായിരുന്നു. എക്സ്പ്രഷൻസ് അത് നമ്മൾ അത്രയും നമ്മളെ മനസ്സിൽ നമ്മൾ ആ ഭാരം അത്രയും ചുമക്കണം. കഥാപാത്രം മനസ്സിലാണ് ചുമന്നേ ചെയ്യാൻ പറ്റും. കുട്ടിച്ചാനിലും അത് വേണം. ആ പക വേണം, സങ്കടമൊക്കെ വേണം. എങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാനിടമുണ്ട്. നല്ല നമുക്കതൊന്ന് വിട്ടുമാറി പോകാതെ അത് തീരുന്നവരെ അങ്ങനെ നിന്ന് ചെയ്യാൻ കൊതി തോന്നുന്ന സാധനം തന്നെ. നമ്മളെ വിട്ടുപോകാത്ത കഥാപാത്രമാണ്. കുറെ കഴിഞ്ഞാലും വിട്ടുപോകില്ല.